നമസ്കാരം. അല്ലു ഫാമിലി അമ്മയും മക്കളും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെടികളുടെ വളർച്ച വളരെ വേഗത്തിലാക്കുന്ന ഒരു അടിപൊളി വളക്കൂട്ടിനെ കുറിച്ചുള്ളതാണ്. നമ്മുടെ ചാനലിൽ പലതരം വളങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കയറി കാണണം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു വളക്കൂട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ടും കാണുക. വീഡിയോയ്ക്ക് ലൈക്ക് തരാനും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ വളക്കൂട്ട് എങ്ങനെയാണ് നിർമ്മിക്കുകയെന്ന് നമുക്ക് നോക്കാം. അതിനാദ്യം ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ടിന്നാണ് വേണ്ടത്. സ്റ്റീല്, അലൂമിനിയം ഒന്നും പാടില്ല. നമുക്ക് ഇതേപോലെ പ്ലാസ്റ്റിക് ടിന്നാണ് ആവശ്യം. ഇനി നമുക്ക് അടുത്തത് ഇത് തേങ്ങാ വെള്ളമാണ്. കരിക്കിന്റെ വെള്ളമല്ല, തേങ്ങാ വെള്ളം. ഇത് പല പ്രാവശ്യമായിട്ട് ഞാൻ ശേഖരിച്ചു വെച്ചിരുന്നതാണ്. അതുകൊണ്ട് കുറച്ച് പുളിച്ച് ഇരിക്കുകയാണ് ഇപ്പൊ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ ശേഖരിച്ചു വെക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് തൈരാണ്. ഒരു കവറ് തൈര്. 1/2 ലിറ്ററോളം തേങ്ങാ വെള്ളവും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 1/2 ലിറ്റർ തന്നെ തൈര് ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തൈര് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊന്നും തൈരുണ്ടാക്കുന്ന രീതിയൊന്നും ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യുന്നില്ല. അതിന് പറ്റുന്നുള്ളവർ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് 5 ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഏകദേശം അതിൻ്റെ കഴുത്തറ്റം വരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തത് ഇതേപോലെ ഒരു കോട്ടൻ്റെ തുണിയാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ എൻ്റെ മോൻ്റെ ഒരു പഴയ ടീഷർട്ട് കീറി എടുത്തതാണ് ഞാൻ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 2 or 3 കൈ അത്രയേ ഉള്ളൂ. പിന്നെ അതിനുശേഷം പാളയംകോടൻ പഴം, അതൊരു 3 എണ്ണം. അപ്പോൾ തേങ്ങയും പാളയംകോടൻ പഴവും കൂടി ചേർത്ത് ഈ ഒരു തുണിയിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെ കിഴി കെട്ടി എടുക്കുക. നല്ല പഴുത്ത പാളയംകോടൻ പഴമാണെങ്കിൽ ഇത് പെട്ടെന്ന് അഴുകി ചേരാനായിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് പഴുത്ത പഴം നോക്കി എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് കിഴി കെട്ടി എടുക്കാം. എടുത്തിട്ട് അതിൽ ഒരു നൂലോ കയറോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കാം. അതിനു മുമ്പ് പഴം നമ്മൾ ഈ ഒരു കിഴിക്കകത്ത് വെച്ച പഴത്തിനെ നല്ല കൈ കൊണ്ടൊന്ന് ഗ്ലമ്മാക്കി എടുക്കുക. ഇതാ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ടൊന്ന് ഗ്ലമ്മാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു ചെറിയ പ്ലാസ്റ്റിക് എന്തെങ്കിലും കൊണ്ടോ തുണി കൊണ്ടോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കൊന്ന് കെട്ടിയെടുക്കാം. കാരണം നല്ല നീളത്തിൽ കെട്ടണം. കാരണം നമുക്ക് ഇത് കുപ്പിക്കകത്തേക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ വെളിയിലേക്ക് ഈ ഒരു കയറ് വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ഇതിനെ ഒന്ന് കെട്ടി റെഡിയാക്കി എടുക്കാൻ. നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങാ വെള്ളവും തൈരുമാണിത്. ഇതിലേക്ക് നമ്മൾ ഈ ഒരു കെട്ടിയെടുത്ത തേങ്ങയും പഴവും കൂടിയുള്ള കിഴിക്കെട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അഴിഞ്ഞു പോവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കെട്ടി ഇറുക്കി വെക്കണം. ഇതൊരു 10-15 ദിവസത്തോളം നമുക്ക് ഇതിനകത്ത് തന്നെ കിടക്കേണ്ടതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കെട്ടി ഇറുക്കി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു കിഴികെട്ട് നമുക്ക് അതിനകത്തേക്ക് ഇറക്കി വെക്കാം. ഇതേപോലെ ഇറക്കി വെക്കാം. ഒന്നുകിൽ തുണി വെച്ചാണ് കെട്ടുന്നതെങ്കിൽ ആ തുണി കുപ്പിയുടെ വെളിയിലേക്ക് വരുന്ന രീതിയിൽ നിങ്ങൾ വെക്കുക. കയറാണെങ്കിൽ ഇതേപോലെ, നൂലാണെങ്കിൽ അതും വെളിയിലേക്ക് വരത്തക്ക രീതിയിൽ വെക്കുക. ഇതിന് മുകളിലായിട്ട് നമുക്ക് ഇനി അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. ഇതേപോലെ അടപ്പ് വെച്ചങ്ങ് അടച്ചു വെച്ചിരുന്നാൽ മതി. തുണി ഒരു തടസ്സമാകുന്നതെങ്കിൽ തുണി വെക്കണ്ട. ഒരു നൂല് പോലെ ഉള്ളത് വെച്ച് നന്നായിട്ടൊന്ന് ഇറുക്കി അടച്ച് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് അനങ്ങാതെ മാറ്റി വയ്ക്കാം. ഇതൊരു 10-15 ദിവസം, 15 ദിവസമായ അത്രയും നല്ലത്. അപ്പോൾ 15 ദിവസത്തേക്ക് നമുക്കിതിനെ മാറ്റി വയ്ക്കാം. 15 എന്നുള്ളത് 20 ദിവസം ആയാലും ഒരു പ്രശ്നവും ഇല്ല. ദിവസം കുറഞ്ഞു പോകാതിരുന്നാൽ മതി. കൂടിപ്പോണത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല. അപ്പം നേരത്തെ പറഞ്ഞ പോലെ 15 എന്നുള്ളത് ഒരു 20 ദിവസമായാലും ഒരു കുഴപ്പമില്ല. അത്രയും നന്നായിട്ടത് പുളിച്ച് കിട്ടുകയുള്ളൂ. നേരത്തെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്.
പുളിപ്പിച്ച വളം എന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കറി കൃഷിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളതും ഏറ്റവും നന്നായിട്ട് ചെടികൾ വളരാനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പുളിച്ച വളം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോകളെല്ലാം നമ്മുടെ ചാനലിലുണ്ട്. ചാനൽ നെയിമിൽ ടച്ച് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോകളൊക്കെ കാണാം. അപ്പോൾ ഇനി നമുക്കൊരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വളം ദാ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. കിഴിക്കെട്ട് കുറച്ച് മുകളിലോട്ട് കിടക്കുന്നുണ്ട്, അതിന് മുകളിലായിട്ട് പായലും പൂപ്പലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വളം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അതൊന്ന് തുറന്ന് നോക്കാം. പിന്നെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഒരു കാര്യം പറയാം, ഇതിന് കുറച്ച് സ്മെല്ലുണ്ട്. ഗ്ലൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഇത് എടുക്കുന്നതായിരിക്കും വളരെ നല്ലത്. അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് വേണം നിങ്ങൾ ഇതൊക്കെ ചെയ്യാനായിട്ട്. ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നെങ്കിലും കുളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത് ചെയ്താൽ ആ ഒരു സ്മെല്ല് മാറിക്കിട്ടും. അപ്പോൾ നമ്മുടെ കിഴിക്കെട്ടിന്റെ മുകളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിനകത്തുള്ള പഴവും തേങ്ങയും ഒക്കെ അത് ദ്രവിച്ചായിട്ടുണ്ട്. ബാക്കിയുള്ളതിനെ നമുക്ക് നന്നായിട്ട് ഇതിനകത്തേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. അതിനു മുമ്പ് അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആ പായലൊക്കെ നമുക്കൊന്ന് എടുത്ത് കളയാം. ഇതേപോലെ നന്നായിട്ടൊന്ന് പിഴിയണം. ആ പഴത്തിൻ്റെയും തേങ്ങയുടെയും എല്ലാ സത്തുക്കളും ഇതിനകത്തേക്ക് വരുന്ന രീതിയിൽ പൂർണ്ണമായിട്ടും ഇത് അഴുകിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞാൽ തന്നെ അതിനുള്ള സത്തുക്കളെല്ലാം അതിനകത്തേക്ക് വീഴും. പിഴിഞ്ഞതിന് ശേഷം നമുക്കത് കളയാം. അതിനുശേഷം ഒരു കപ്പിലോ പാത്രത്തിലോ എന്തിലെങ്കിലും നമുക്ക് ഈ ഒരു വളം ചരിച്ചെടുത്ത് ചെടികളുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം, ചെടികൾക്ക് മുകളിലൂടെ തളിക്കുകയും ചെയ്യാം. രണ്ടും ചെയ്യാം, ഒരു കുഴപ്പമില്ല. നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു 20 ദിവസം, അതായത് നട്ട് 20 ദിവസം കഴിഞ്ഞ തൈകൾക്കാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് പെട്ടെന്നുള്ള വളർച്ചയും പെട്ടെന്ന് പൂവിടുകയും നല്ല കായ്കൾ, നല്ല വലിപ്പമുള്ള കായ്കൾ ഉണ്ടാവുകയും ചെയ്യും ഈ ഒരു വളപ്രയോഗത്തിലൂടെ. ആദ്യം മുതലേ ഒഴിച്ചു കൊടുക്കേണ്ട രീതി ഈ ഒരു പ്രായമാണ് എന്ന് കരുതി നമ്മൾ പൂവിട്ടതിനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വളപ്രയോഗം ചെയ്യാവുന്നതാണ്. എല്ലാത്തരം പച്ചക്കറികൾക്കും നമുക്ക് ഈ ഒരു വളക്കൂട്ട് ഉപയോഗിക്കാം. മാത്രമല്ല ചീരയുടെ ചുവട്ടിലും അതിൻ്റെ ഇലകളിൽ തളിച്ചു കൊടുക്കുകയും ചെയ്താൽ നല്ല രീതിയിലുള്ള നല്ല ഗ്രോത്ത് ആയിട്ട് ചീര വളർന്നു വരുന്നത് നമുക്ക് കാണാം. നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിക്കണം. എന്നിട്ട് റിസൾട്ട് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്ത ഒരു കൃഷി വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.